Okay. All methods and variables can be overridden by default in subclass. Overridden method നമ്മൾ കണ്ടിട്ടുള്ളതാണ്. If we wish to parent the subclasses from overriding the members of the superclass, we can declare them as final using the keyword final as a modifier. Okay. അപ്പം ഈ ഒരു ഫൈനൽ കീവേഡ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം for example, final int size is equal to 100. Okay, so we are declaring this size, this variable as final. അല്ലേ മീൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഇൻറ്റ് സൈസ് ഇസ് ഇക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രോഗ്രാമിൽ വി കാൺട്ട് ആൾട്ടർ ദിസ് നമ്പർ. ഓക്കെ, സൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ എപ്പോഴും ഈ 100 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യുക. നമുക്ക് ആ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇത് ഫൈനൽ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് മെത്തേഡ്സിലും നമ്മളിപ്പോൾ ഫൈനൽ വോയിഡ് ഷോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെത്തേഡ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഷോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് വേറൊരു സബ് ക്ലാസ്സിലെ മെത്തേഡ് ആയിക്കോട്ടെ വേറെ എന്തിനും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മേക്കിംഗ് എ മെത്തേഡ് ഫൈനൽ എൻഷുവേഴ്സ് ദാറ്റ് ദ ഫംഗ്ഷനാലിറ്റി ഡിഫൈൻഡ് ഇൻ ദിസ് മെത്തേഡ് will never be altered in any way. Similarly, the value of a final variable can never be changed. Final variables behave like class variables and they do not take any space on individual object of the class. Okay, objects ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് എക്സാമ്പിൾസ് കാണാനാണെങ്കിൽ ഓക്കെ, ഫൈനലിന്റെ എക്സാമ്പിൾസ് കാണുകയാണെങ്കിൽ ഫൈനൽ വേരിയബിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. when a variable is declared as final, its value can't be modified. Okay, the final variable should be initialized to some value and it cannot be changed. Okay, initialization must ആണ്. പിന്നെ ആ വാല്യൂനെ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഹിയർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈനൽ ഇൻറ്റ് എ ഇസ് ഇക്വൽ ടു 125. ഓക്കെ, എ ഇക്വൽ ടു 125 ആൻഡ് വി ഡിക്ലെയർഡ് ഇറ്റ് ആസ് ഫൈനൽ. ഓക്കെ, പിന്നെ ലേറ്ററിൽ ആ പ്രോഗ്രാമിൽ എ ഇസ് ഇക്വൽ ടു a+5 എന്ന് കാണിക്കുകയാണെങ്കിൽ എററാണ്, കമ്പൈലേഷൻ എറർ വരും ബിക്കോസ് വി കനോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് എ. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഹലോ, എക്സാമ്പിൾ ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇവിടെ എല്ലാവരും ഉണ്ടോ? അപർണ, ജസീം. ഓക്കെ, ഇതുപോലെ തന്നെ ഫൈനൽ മെത്തേഡ് അതിന്റെ എക്സാമ്പിളും കാണാം. ഓക്കെ, ഫൈനൽ മെത്തേഡ് എന്തുണ്ടായിരിക്കും? ആ മെത്തേഡിന്റെ ഫ്രണ്ടിൽ ഫൈനൽ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ടായിരിക്കും അല്ലെ. So a final method cannot be overridden, which means even though a subclass can call the final method of parent class without any issues, but it cannot override it. Okay, so noka, here we have a class named xyz. ഒരു മെത്തേഡ് ഉണ്ട്, അതിൽ ഫൈനൽ വോയിഡ് ഡിസ്പ്ലേ അല്ലെ. എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിസ്പ്ലേസ് XYZ ക്ലാസ് മെത്തേഡ് അല്ലെ. സോ ഇവിടെ XYZ ബേസ് ക്ലാസ്സിലുള്ള ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഫൈനൽ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അല്ലെ. ദെൻ വി ഹാവ് another class ABC, okay, which is derived from XYZ അല്ലെ. ABC extends XYZ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാവയിൽ എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഹെറിറ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ XYZ is the base class and ABC is the derived class here. Okay, derived class we have the same name, the same method, void display അല്ലെ. ഓവർറിട്ടൺ ആണ് ശരിക്കും. ഈ ഫൈനൽ ഈ കീവേഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു void display എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു മെത്തേഡായിട്ട് ഓവർറൈഡ് ചെയ്യും അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ഫൈനൽ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഓവർറിട്ടൺ പോസിബിൾ അല്ല. ഓക്കെ,
ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഇപ്പം എ ബി സിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റ് എ ബി സി ഒ എന്നായിക്കോട്ടെ, എ ബി സി ഒ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പർ ക്ലാസ്സിലെ ഡിസ്പ്ലേ തന്നെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഇങ്ങനെ എഴുതാൻ തന്നെ പറ്റില്ല, കമ്പൈലേഷൻ എറർ വരും. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, ഫൈനൽ ക്ലാസ്. ഓക്കെ, ഫൈനൽ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് same thing. When a class is declared with final keyword, it is called a final class. A final class cannot be inherited. Okay. ഇപ്പൊ നമ്മളൊരു ഫൈനൽ ക്ലാസ് എ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്ലാസ് മെമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, പിന്നെ ആ എനെ നമുക്ക് എങ്ങനെയും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ക്ലാസ് ബി എക്സ്റ്റെൻസ് എ എന്ന് പറയുകയാണെങ്കിൽ കമ്പൈലേഷൻ എറർ ആണ്. എ ഇസ് എ ഫൈനൽ ക്ലാസ്, സോ ഇറ്റ് കനോട്ട് ഹാവ് എനി ചൈൽഡ് ക്ലാസ്. ഓക്കെ, ഓക്കെ ആണോ? ഫൈനൽ കീവേഡ് ഓക്കെ ആണോ? ഫൈനൽ ക്ലാസ്, ഫൈനൽ മെത്തേഡ് ആൻഡ് ഫൈനൽ വേരിയബിൾ. റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, and next topic is interface. Okay, so final variable, final variable, final method, final class. Okay, final variable to create constant variables. Final methods, it prevents method overriding, and final classes, it prevents inheritance. Okay, ഇത് important ആണ്. Okay, then interfaces ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. Okay, interfaces simple ആണ്, it's similar to class. Okay, so an interface is a reference type in Java. It is similar to class. It is a collection of abstract methods. A class implements an interface, thereby inheriting the abstract methods of the interface. Okay, just തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം, അതിന് ശേഷം നമുക്ക് എക്സാമ്പിൾ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്റർഫേസ്, നമ്മൾ ക്ലാസ് എഴുതുന്നതിന് സിമിലർ തന്നെയാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒരു കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് ഈ ക്ലാസ് ഇംപ്ലിമെന്റ്സ് ആൻ ഇന്റർഫേസ്. ഓക്കെ, സോ ക്ലാസ് ഇംപ്ലിമെന്റ്സ് ആൻഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇന്റർഫേസിനാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഇന്റർഫേസിലുള്ള മെത്തേഡ്സ് ഒക്കെ ഈ ക്ലാസ്സിൽ യൂസ് ചെയ്യാം. ഓക്കെ, along with abstract methods, an interface may also contain constants, default methods, static methods, and nested types. Method bodies exist only for default methods and static methods. Writing an interface is similar to writing a class, but a class describes the attribute and behavior of an object, and an interface contains behavior that a class implements. Unless the class that implements the interface is abstract, all the methods of the interface need to be defined in the class. An interface is similar to a class in the following way. Interface can contain any number of methods. Interface is written in a file with .java extension with the name of the interface matching the name of the file. The bytecode of an interface appears in a class in a .class file. Interface appear in packages and their corresponding bytecodes file must be in a directory structure that matches the package name. Okay, ഈ പാക്കേജ് ഒക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുകയുള്ളൂ. Okay. However, an interface is different from a class in several ways, including you cannot instantiate an interface. Okay, interface instance ഉണ്ടാവില്ല. Okay, ക്ലാസ്സിന് എങ്ങനെയൊക്കെയാണ് ഡിഫർ എന്നാണ് പറയുന്നത്. You cannot instantiate an interface. An interface does not contain any constructor. Okay, all of the methods in an interface are abstract. An interface cannot contain instance field. The only field that can appear in an interface must be declared both static and final. An interface is not extended by a class, it is implemented by a class. Okay. An interface can extend multiple interface. Okay, just a theory പറഞ്ഞ പോയതാണ്, നമ്മൾ പ്രോഗ്രാം നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഓക്കെ, ഉണ്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, okay,
ജസ്റ്റ് അതിന്റെ ഇന്റർഫേസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിന്റെ സിൻടാക്സ് ഒന്ന് നോക്കുക. ഓക്കെ, ഇന്റർഫേസ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ ആൻ ഇന്റർഫേസ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ഇന്റർഫേസിന്റെ നെയിം തന്നെ ആയിരിക്കണം ആ ഫയലിന് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇന്റർഫേസ് നെയിം ഓഫ് ഇന്റർഫേസ് ആണ്. സോ ആ ഒരു ഫയലിന്റെ നെയിം ഓഫ് ഇന്റർഫേസ് തന്നെ വന്നു. ഓക്കെ, അത് നമ്മളാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഒരു പ്രോഗ്രാം ജാവയിൽ എഴുതുമ്പോഴും നെറ്റ് ബീൻസിലോ എക്ലിപ്സിലോ സാധാരണ ഒരു പ്രോഗ്രാം എഴുതുമ്പോഴും നമ്മൾ പബ്ലിക് ആയിട്ട് ഏത് ക്ലാസ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ ക്ലാസിന്റെ നെയിം എന്താണോ അത് തന്നെയായിരിക്കും ആ ഫയലിന്റെ നെയിം. ഓക്കെ, ദെൻ അവിടെ ബൈ ഡിഫാൾട്ട് ആയിട്ട് തന്നെ ഈ ഇമ്പോർട്ട് ജാവ ഡോട്ട് ലാങ് ഡോട്ട് സ്റ്റാർ വന്നോളും. ഇപ്പം നമ്മൾ സി പി പി റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം ഹാഷ് ഇൻക്ലൂഡ് iostream ഡോട്ട് എച്ച്, ഹാഷ് ഇൻക്ലൂഡ് conio ഡോട്ട് എച്ച് എന്നൊക്കെ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ ജാവ എന്ന് പറയുന്ന സമയത്ത് നെറ്റ് ബേസ് ആണെങ്കിലും എക്ലിപ്സ് ആണെങ്കിലും ഈ ഒരു ലൈൻ അവിടെ ഡിഫാൾട്ട് ആയിട്ട് വന്നോളും. ഓക്കെ, മനസ്സിലായോ? ഹലോ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നമുക്കപ്പോ ജസ്റ്റ് പ്രോഗ്രാം എഴുതേണ്ടത് ഈ ഒരു പബ്ലിക് ക്ലാസ് അല്ലെങ്കിൽ പബ്ലിക് ഇന്റർഫേസ് മുതലേ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ അവിടെ വന്നോളും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പബ്ലിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ക്ലാസ് നെയിം കൊടുക്കുന്നോ അല്ലെങ്കിൽ ഇന്റർഫേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പബ്ലിക് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ട് എന്ത് നെയിം കൊടുക്കുന്നോ ആ നെയിം തന്നെ ആയിരിക്കണം ആ ഫയലിന്റെ നെയിം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. പബ്ലിക് ഇന്റർഫേസ് കീവേഡ്, ദെൻ ഇന്റർഫേസ് നെയിം, പിന്നെ അതിന്റെ കണ്ടന്റ് മെത്തേഡ്സ് ഉണ്ടാവാം, വേരിയബിൾസ് ഉണ്ടാവാം. ഓക്കെ, സോ properties of interfaces. An interface is implicitly abstract. You do not need to use the abstract keyword while declaring an interface. Okay, implicitly abstract ആണ്, so we don't have to use the keyword abstract. Each method in an interface is also implicitly abstract, so the abstract keyword is not needed. Methods in an interface are implicitly public. Okay, so next ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഈ ഒരു ഇന്റർഫേസ് നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ ആനിമൽ ഡോട്ട് ജാവ എന്നുള്ളൊരു ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇന്റർഫേസ് എഴുതുമ്പോൾ എന്തായിരിക്കും, ഇന്റർഫേസ് ആനിമൽ തന്നെ എഴുതും. ഓക്കെ, അതിലുള്ള മെത്തേഡ്സ് പബ്ലിക് വോയിഡ് ഇറ്റ്, പബ്ലിക് വോയിഡ് ട്രാവൽ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അവിടെ അല്ല ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇന്റർഫേസിൽ ജസ്റ്റ് മെത്തേഡ്സിന്റെ നെയിംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ മെത്തേഡ്സിന്റെ നെയിംസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ക്ലാസ്സിലൂടെയാണ്. ഓക്കെ, ക്ലാസ് ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ഒരു ഇന്റർഫേസിൽ ആനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്റർഫേസിൽ നമ്മൾ ജസ്റ്റ് ഈ മെത്തേഡ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നേരത്തെ പ്രോപ്പർട്ടീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. Unless the class implements the interface is abstract, all the methods of the interface need to be defined in the class. Okay, all the methods of that interface need to be defined in the class. Okay, so സെയിം കാര്യമാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഇന്റർഫേസിൽ ആനിമൽ എന്നുള്ള ഒരു ഇന്റർഫേസിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, ആൻഡ് വി ഹാവ് ടു ഡിഫൈൻ ദോസ് ടു മെത്തേഡ്സ് ഇൻ ക്ലാസ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ഓർമ്മിക്കാം. ഇന്റർഫേസ് ആനിമൽ, പബ്ലിക് വോയിഡ് ഇറ്റ് ആൻഡ് പബ്ലിക് വോയിഡ് ട്രാവൽ. ഓക്കെ, ദെൻ ഇനി എങ്ങനെയാണ് ഈ ഒരു ഇന്റർഫേസ് ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇംപ്ലിമെന്റിംഗ് ഇന്റർഫേസസ്. When a class implements an interface, you can think of the class as signing a contract, agreeing to perform the specific behaviors of the interface. If a class does not perform all the behaviors of the interface, the class must declare itself as abstract. Okay, so here the class uses the implements keyword to implement an interface. The implements keyword appear in the class declaration following the extends portion of the declaration. Okay, സാധാരണ നമ്മൾ ഇൻഹെറിറ്റൻസിൽ എന്താ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്ലാസ്, സബ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം അല്ലെ. സെയിം ആയിട്ടുള്ള ഒരു സിൻടാക്സ് തന്നെയാണ്, ബട്ട് ഹിയർ വി യൂസ് ഇംപ്ലിമെന്റ്സ് കീവേഡ് ആൻഡ് ഇന്റർഫേസ് നെയിം. ഓക്കെ, ഇവിടെ നോക്കാം, വേറൊരു ക്ലാസ്, വേറൊരു ഫയൽ നെയിം ആണ്. അതിലെ പബ്ലിക് ക്ലാസിന്റെ
നെയിം എന്ന് പറയുന്നത് മാമൽ ഇന്റ് എന്നാണ്. സോ ആ ഒരു ഫയലിന്റെ നെയിമും മാമൽ ഇന്റ് തന്നെയാണ്, മാമൽ ഇൻ ഡോട്ട് ജാവ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ആനിമൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. വേറൊരു ആനിമൽ എന്നുള്ളൊരു ഫയലില് ആനിമൽ ഡോട്ട് ജാവ എന്നുള്ളൊരു ഫയലില് വി ഹാവ് ക്രിയേറ്റഡ് ദ ആനിമൽ ഇന്റർഫേസ് അല്ലെ. ഇത് വേറൊരു ഫയലിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം സെയിം പാക്കേജിൽ തന്നെ നമ്മൾ ഈ ഒരു വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് മാമൽ ഇന്റ്. ഓക്കെ, ഐഡിയ കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ സെയിം പാക്കേജിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സെയിം പാക്കേജിൽ തന്നെ ഇന്റർഫേസിന് ഒരു ഫയലും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വേറൊരു ഫയലും ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇന്റർഫേസിന്റെ ഫയലിന്റെ നെയിം ആണ് ആനിമൽ ഡോട്ട് ജാവ. നമ്മുടെ പ്രോഗ്രാമിന്റെ ഫയലാണ് എന്ത്? മാമൽ ഇന്റ് അല്ലെ. ഓക്കെ, സോ ഈ മാമൽ ഇൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇന്റർഫേസ് എന്നുള്ള ഈ ഒരു ഫയൽ ഇന്റർഫേസ് നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, സോ ആ ഒരു മാമൽ ഇൻറ്റിൽ നമ്മൾ പബ്ലിക് ക്ലാസ്സിൽ സെയിം ഫയൽ നെയിം തന്നെ കൊടുത്തു അല്ലെ, പബ്ലിക് ക്ലാസ് മാമൽ ഇൻറ്റ് ഇംപ്ലിമെന്റ്സ് ആനിമൽ. ഓക്കെ, അപ്പൊ ആനിമൽ എന്നുള്ള ഈ ഒരു ഇന്റർഫേസിലുള്ള ഈ രണ്ട് മെത്തേഡ്സ് ഈ മാമൽ ഇൻറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണം, പബ്ലിക് വോയിഡ് ഈറ്റ് ആൻഡ് പബ്ലിക് വോയിഡ് ട്രാവൽ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഫയൽസിലേക്കും നമുക്ക് ഇന്റർഫേസ് ചെയ്യാം. ഇതുപോലെ ഇതിപ്പോ ഒരു ഫയലാണ്, മാമലിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണ്. അതല്ലാതെ വീണ്ടും വേറെ ഫയൽസും സെയിം പാക്കേജിൽ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇന്റർഫേസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കാം, മാമലിന്റില് പബ്ലിക് വോയിഡ് ഈറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ മാമൽ ഈറ്റ്സ്. ഓക്കെ, ഡിസ്പ്ലേസ് മാമൽ ഈറ്റ്സ് അല്ലെ. ദെൻ പബ്ലിക് വോയിഡ് ട്രാവലും നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മാമൽ ട്രാവൽസും ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഇത് മാമൽ ഇൻറ്റിന്റെ മാത്രമായിട്ടുള്ള ഒരു മെത്തേഡാണ്, പബ്ലിക് ഇൻറ്റ് നമ്പർ ഓഫ് ലെഗ്സ് വിച്ച് റിട്ടേൺസ് 0 എന്നുള്ള ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ബാക്കിയുള്ളവർക്കോ? ഓക്കെ, സോ ഇനി റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മുടെ പബ്ലിക് ക്ലാസ്സിൽ തന്നെയാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെ, ഓപ്പൺ ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, ഈ സ്ക്വയർ ബ്രാക്കറ്റ് എവിടെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഈ സ്ട്രിങ്സ് കഴിഞ്ഞ ഉടനെ വരാം, ഈ ആർഗ്സ് കഴിഞ്ഞതിന്റെ മുന്നിൽ വരാം. ഓക്കെ, ഒരു സ്പേസ് സ്ട്രിങ്സ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ആർക്സിന് മുന്നേ വരാം, ആർക്സിന് പിന്നെയും വരാം. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എവിടെ ഇരുന്നാലും വാലിഡ് തന്നെയാണ്. ഓക്കെ, തെറ്റല്ല. ഓക്കെ, ദെൻ അവർ മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. അതിന് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? വി ക്രിയേറ്റഡ് ആൻ ഒബ്ജക്ട് ഫോർ മാമലിന്റ് ക്ലാസ് അല്ലെ. മാമലിന്റ് എന്ന് പറയുന്നത് റെഫറൻസ് വേരിയബിൾ, ന്യൂ മാമലിന്റ് എന്ന് പറയുമ്പോഴാണ് ഒബ്ജക്ട് ക്രിയേഷൻ ഉണ്ടാവുന്നത്. ന്യൂ ഓപ്പറേറ്റർ സ്പേസ് മാമലിന്റ് എന്ന് പറയുന്ന സമയത്ത് ഫോർ ക്ലാസ് മാമലിന്റ് ആൻഡ് ഒബ്ജക്ട് ഈസ് ക്രിയേറ്റഡ് അല്ലെ. ദെൻ എം ഡോട്ട് ഈറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ആക്ച്വലി ഈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ മെത്തേഡ് ഇൻ ഇന്റർഫേസ് അല്ലെ, ഡിഫൈൻഡ് ഇൻ അവർ ക്ലാസ് മാമലിന്റ് അല്ലെ. അപ്പൊ ഈ ശരിക്ക് എം ഡോട്ട് ഈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു മാമലിറ്റ്സ് എന്നുള്ള ഈ ഒരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. ദെൻ എം ഡോട്ട് ട്രാവൽ എന്ന് പറയുന്ന സമയത്ത് മാമൽ ട്രാവൽസ് എന്നുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടും. സോ ദിസ് വിൽ പ്രൊഡ്യൂസ് ദ ഫോളോയിങ് റിസൾട്ട്, മാമലിറ്റ്സ്, മാമൽ ട്രാവൽസ്. ഓക്കെ ആണോ? Okay. Okay. Then, when overriding methods defined in interfaces, there are several rules to be followed. Checked exception should not be declared on implementation methods other than the ones declared by the interface method or subclasses of those declared by the interface method.
The signature of the interface method and the same return type or subtype should be maintained when overriding the methods. An implementation class itself can be abstract, and if so, interface methods need not be implemented. Okay, exceptions കാര്യങ്ങളൊക്കെ നമ്മൾ വരും. Okay, last topic ആയിട്ടാണ് വരുന്നത്. Okay. And when implementation interface, there are several rules. A class can implement more than one interface at a time. A class can extend only one class but implement many interfaces. An interface can extend another interface. In a similar way, a class can extend another class. Okay. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻഹെറിറ്റൻസ് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ജാവ ഡസൻ സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലെ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്തായിരുന്നു? ഹൗ മെനി ബേസ് ക്ലാസ്സസ് ആർ ദർ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ല, റെസ്പോണ്ട് ചെയ്യൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എത്ര ബേസ് ക്ലാസ്സസ് ആയിരുന്നു അവിടെ? ഹലോ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടില്ലേ? എത്ര ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട് നമുക്ക്? സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണോ? ഹെറാർക്കിയൽ, ഹൈബ്രിഡ് അല്ലേ? ആണോ? അതിലെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ എത്ര നമ്പർ ഓഫ് ബേസ് ക്ലാസ്സസ് ഉണ്ട്? എത്ര നമ്പർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ട്? രണ്ടും പറയൂ, റെസ്പോണ്ട് ചെയ്തേ. സോറി, ബേസ് ക്ലാസ് 2 ആകാം, ഡിറൈവഡ് ക്ലാസ് 1 അല്ലെ. ബേസ് ക്ലാസ് 2 മോർ ദാൻ 1 ആകാം അല്ലെ. മോർ ദാൻ 1ഓ മോർ ദാൻ 2ഓ ആകാം. ഓക്കെ, 3 ബേസ് ക്ലാസ് ആകാം. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് മോർ ദാൻ 1 ബേസ് ക്ലാസ്സസ് ആൻഡ് ഓൺലി 1 ഡിറൈവഡ് ക്ലാസ് അല്ലെ. ആൻഡ് ജാവ ഈ ഒരു ബേസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ബട്ട് ഇന്റർഫേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിന് can implement more than one interface at a time. Okay. And ഇവിടെ തന്നെ പറയുന്നുണ്ട്, class can extend only one class but implement many interfaces. പിന്നെ പറയാനുള്ളത് ഇന്റർഫേസിന്റെ കാര്യമാണ്. ഇന്റർഫേസ് can extend another interface. ഓക്കെ, ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, വേറൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന പോലെ തന്നെ an interface can extend another interface. Okay, then extending interfaces, എങ്ങനെയാണ് ഇന്റർഫേസസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Okay, so it is similar to our classes extend another class. Okay, an interface can extend another interface in the same way that a class can extend another class. The extends keyword is used to extend an interface, and the child interface inherits the methods of the parent interface. Okay, so and the example ആണ്. So മൂന്ന് ഫയൽസ് ആയിട്ടാണ് കേട്ടോ. സോ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നെയിം ആണെങ്കിൽ അതിലെ ഇന്റർഫേസിന്റെ നെയിമും സ്പോർട്സ് തന്നെ ആയിരിക്കും. ഫുട്ബോൾ ഫയൽ നെയിം ആണെങ്കിൽ അതിലെ ഇന്റർഫേസിന്റെ നെയിമും ഫുട്ബോൾ ആയിരിക്കും. അതർ വൺ ഈസ് ഹോക്കി, അതിന്റെ നെയിമും ഇന്റർഫേസിന്റെ നെയിമും ഹോക്കി തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഫയൽ നെയിം sports.java, പബ്ലിക് ഇന്റർഫേസ് സ്പോർട്സ്, പബ്ലിക് void set home team string name, പബ്ലിക് void set visiting team string name. ഓക്കെ, സെറ്റ് ഹോം ടീം ആൻഡ് സെറ്റ് വിസിറ്റിംഗ് ടീം ആണ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർഫേസിലെ മെത്തേഡ്സ്. ഓക്കെ, വെൻ ഫുട്ബോൾ ഇന്റർഫേസ്, പബ്ലിക് ഇന്റർഫേസ് ഫുട്ബോൾ എക്സ്റ്റെൻസ് സ്പോർട്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ, സ്പോർട്സിലുള്ള ഈ മെത്തേഡ്സ് ഒക്കെ ഇവിടെയും അങ്ങ് വന്നോളും, ഇൻഹെറിറ്റ് ആയിക്കോളും. ഓക്കെ, ഫുട്ബോളിൽ മാത്രമായിട്ടുള്ള മെത്തേഡ്സ് ആണ് ഹോം ടീം സ്കോർഡ് ഇൻ പോയിന്റ്സ്, വിസിറ്റിംഗ് ടീം സ്കോർഡ് ഇൻ പോയിന്റ്സ്, എൻഡ് ഓഫ് ക്വാർട്ടർ ഇൻ ക്വാർട്ടർ. ഓക്കെ, ഹോക്കി എക്സ്റ്റെൻഡ് സ്പോർട്സ് ആണ്. ഓക്കെ,
സെയിം ഈ സെറ്റ് ഹോം ടീമും സെറ്റ് വിസിറ്റിംഗ് ടീമും തന്നെയാണ് ഇവിടെയും എക്സ്ട്രാ ആയിട്ട് വരാം ബൈ ഇൻഹെറിറ്റൻസ്. ഓക്കെ ഓക്കെ ഹോക്കിയിൽ മാത്രമായിട്ടുള്ള മെത്തേഡ്സ് ആണ് void home goal scored, void visiting goal scored, void end of period in period, void overtime period in dot. Okay ആണോ? Okay, so the hockey interface has 4 methods, but it inherits 2 from sports. Thus, a class that implements hockey needs to implement all 6 methods. Similarly, a class that implements football need to define the 3 methods from football and the 2 methods from sports. Okay ആണോ? ഇത്രയും ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഇന്റർഫേസ് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്നുള്ള മനസ്സിലായോ? ഓക്കെ, ക്ലാസ്സസ് വേറൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്റർഫേസ് വേറൊരു ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലാസ് ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു ഇന്റർഫേസ് വേറെ ഏതെങ്കിലും ഇൻഹെറിറ്റൻസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു ഫങ്ഷൻസും കൂടി ഈ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുക, extending multiple interfaces. ഓക്കെ, ഒരു ഇന്റർഫേസ് തന്നെ മോർ ദാൻ 1 ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾ ഇന്റർഫേസ് ഹോക്കി എക്സ്റ്റെൻഡ്സ് സ്പോർട്സ് കോമ ഇവന്റ്. ഓക്കെ, സ്പോർട്സ് വേറൊരു ഇന്റർഫേസ് ആണ്, ഇവന്റ് വേറൊരു ഇന്റർഫേസ് ആണ്. ഓക്കെ, multiple inheritance is not allowed. Okay, just ഒന്ന് വായിക്കുക. A Java class can only extend one parent class. Multiple inheritance is not allowed. Interfaces are not classes, however, and an interface can extend more than one parent interface. Okay, so the extends keyword is used once and the parent interfaces are declared in a comma separated list. Okay, so hockey എന്നുള്ളൊരു ഇന്റർഫേസ് വേറെ 2 ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്യാം, സ്പോർട്സ് ആൻഡ് ഈവന്റ്. കോമ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇന്റർഫേസസിൽ ഇനി വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എന്തെങ്കിലും? ഇല്ല, ഇത് തന്നെ പറയാനുള്ളൂ. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ്. ഓക്കെ, വോയിഡ് ഏരിയ, വോയിഡ് പെരിമീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റർഫേസിൽ നമ്മൾ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യില്ല. നമ്മൾ ഏത് ക്ലാസ് ആണോ ഈ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ക്ലാസിന്റെ അകത്താണ് ഈ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഷേപ്പ് എന്നുള്ള ക്ലാസ്, സർക്കിൾ എന്നുള്ള ഒരു ക്ലാസ് ഈ ഷേപ്പ് എന്നുള്ളതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് വോയിഡ് ഏരിയ, വോയിഡ് പെരിമീറ്റർ, ഈ 2 മെത്തേഡ്സും ഈ ഒരു ഷേപ്പ് സർക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, വോയിഡ് ഏരിയ അതുപോലെ തന്നെ വോയിഡ് പെരിമീറ്ററും ഇവിടെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അത് തന്നെയുള്ളൂ ഇതിൽ. എ കോമ ബി മീൻസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ത്രൂ ഇന്റർഫേസസ് ആണ് കേട്ടോ. ഇന്റർഫേസ് ഈസ് നോട്ട് എ ക്ലാസ്. ഓക്കെ, അപ്പം ഇന്റർഫേസസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് മോർ ദാൻ 1 ഇന്റർഫേസസിനെ ഇൻഹെറിറ്റ് ചെയ്യാം, ആ ഒരു മീനിങ്ങേ വരുന്നുള്ളൂ. ഓക്കെ.